പാറുക്കുട്ടിയമ്മയുടെ പഴയ തായ്ക്കോവിൽ വീട്ടിൽ പിറന്നൊരു പൂച്ചയായിരുന്നു. കറുത്തുരുണ്ട ശരീരത്തിൽ വെളുത്ത കണ്ണുകൾ, വറ്റാത്ത നോക്ക്. പൂച്ച നിശബ്ദമായി ചുറ്റി നടക്കും, നോക്കിയാൽ മനം ചൂരും. ആ വീട്ടിൽ ആരും ഒരു രാത്രി മാത്രമേ കിടന്നു നോക്കാറുള്ളൂ. ഒരു ദിവസം നഗറിൽ നിന്ന് എത്തിയ രമേശ് ആ പൂച്ചയെ പരിഹാസം ചെയ്തു. ഇത് തന്നെ പിശാച്. പിള്ളേരെ പേടിപ്പിക്കാൻ പൊട്ടിയ കഥ. ആ രാത്രി അയാൾ ആ വീട്ടിൽ കയറി ഉറങ്ങി. നിശബ്ദതയിൽ വാതിലുകൾ തട്ടിപ്പോയ്ക്കാൻ തുടങ്ങി. ചൂളകളിൽ നിന്ന് ചീച്ചവിളികൾ, ഭയാനകമായ കുരച്ചുകൾ. രമേശ് ഉണർന്നപ്പോൾ അവന്റെ നെഞ്ചിന്മേൽ പൂച്ച ഇരുന്നു നോക്കുകയായിരുന്നു. കണ്ണുകൾ പെട്ടെന്ന് ചുവപ്പായി. ഞാനൊക്കെ കളിയാണോ? പൂച്ച പറഞ്ഞപ്പോൾ ശബ്ദം ഇരട്ടിയായിരുന്നു. കുട്ടിയമ്മയുടെ ശബ്ദം അതിൽ കേട്ടു. ഞാൻ മരിച്ചിട്ട് ഇതിൽ കുടുങ്ങിയിരിക്കുന്നു. നീ എനിക്ക് പുതിയ ശരീരം. അടുത്ത ദിവസം അയാളുടെ കുടുംബം രമേശിനെ കണ്ടത് ഉരുണ്ട കണ്ണുകളുമായി, ഉറച്ച കുശലം പോലെ നിൽക്കുന്ന നിലയിൽ, ഒരൽപ്പം ചിരിയോടെ. പക്ഷേ വീട്ടിൽ വെളിയിലേക്ക് നോക്കിയപ്പോൾ ആ പഴയ പൂച്ച വീണ്ടും കാണപ്പെട്ടു. ഇപ്പോൾ രമേശിന്റെ ആകൃതിയിലായിട്ടു. ഇന്ന് രാത്രിയും ആ പൂച്ച മറ്റൊരു ശരീരം തേടുന്നു. നിങ്ങളുടെ പൂച്ച വളരെയധികം നിങ്ങളെ നോക്കിയിരിക്കുമ്പോൾ ഒരു തവണ ശ്രദ്ധിച്ചോ? അതിന്റെ കണ്ണുകളിൽ നിങ്ങളെക്കാൾ വേറൊരാൾ കഴിയുന്നുണ്ടാകില്ലേ?